ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമ 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 പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാ മക്കളെയും കമൻസ് തന്ന മക്കളും എല്ലാ ഭാഗവത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലും ഭജനയിലും എല്ലാ മക്കളും അവരുടെ പേര് ഞാൻ നോക്കി ഒന്നിച്ചാണ് പറയുന്നത്. ഭാഗവതം വായിക്കുമ്പോഴാണ് പേരുകൾ പറയാം. എല്ലാവരുടെയും പേര് അതിൽ വരും. അപ്പം പ്രത്യേക എല്ലാം വായിക്കുമ്പോൾ അതിൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം. ലോകാ സമസ്ത സുഖിനോ. നമുക്ക് രാമായണം അല്പം നോക്കാം. നമ്മളിനി ബാലിവധമാണ് വായിക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ വായിച്ചപ്പോൾ ബാലിയായിട്ട് യുദ്ധം ചെയ്തിട്ട് ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സഹായിക്കാൻ പറ്റിയില്ല. യുദ്ധത്തിന് വിളിച്ചിട്ട് കഠിന യുദ്ധമായിരുന്നു. പക്ഷേ ബാലിയുടെ ഇടി കൊണ്ട് സഹിക്കവയ്യാതെ ജീവനം കൊണ്ട് ഓടുകയാണ് ചെയ്തത് സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവൻ ഭഗവാനോട് പറയുന്നു, എന്നെ വധിക്കണമായിരുന്നെങ്കിൽ ഇപ്പതാ എന്നെ അങ്ങ് വധിച്ചോളൂ, അസ്ത്രം കൊണ്ട് എന്നെ കൊന്നോളൂ, എന്നെ ബാലി കൊണ്ട് കൊല്ലിക്കണമായിരുന്നു. ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഭഗവാൻ എന്താ ചെയ്തത്? ആളിനെ തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. രണ്ടുപേരും രക്തത്തിൽ ഒലിച്ച് നിൽക്കുമ്പോൾ മുഖങ്ങളെല്ലാം ഒരല്പം വ്യത്യാസം, മുഖത്തൊക്കെ രക്തമുഖമായ ശരീരം കൊണ്ട് മൊത്തം രക്തത്തിൽ മുങ്ങിയാൽ എങ്ങനെ തിരിച്ചറിയാനാ? അത് മാത്രമല്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നതിന് മുമ്പ് അവർ തിരിഞ്ഞും മറിഞ്ഞും അതിഘോരമായ യുദ്ധമല്ലേ. അപ്പോൾ അമ്പെയ്താൽ ആർക്കാ കിട്ടുന്നതെന്ന് ആർക്കറിയാൻ പറ്റും? ശത്രുവിനാണോ മിത്രത്തിനാണോ കൊള്ളുന്ന അറിയില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു, ഒരു ലക്ഷ്മണ ഒരു പുഷ്പമാല്യം കെട്ടി കഴുത്തിലിട്ട് കൊടുത്ത ആളിന് വ്യക്തമാവാൻ, തിരിച്ചറിയാൻ. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ വയ്യാതായിപ്പോയി അന്ന്. അതുകൊണ്ട് ഇപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, മിത്രാത്മജ വെച്ചാൽ സൂര്യപുത്രനായിരുന്ന സുഗ്രീവൻ്റെ കഴുത്തിൽ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ ബിരവോട് അയക്കുക. ഒരു പുഷ്പമാലം കെട്ടി ഇട്ടിട്ട് നീ യുദ്ധത്തിനെ വിടൂ എന്ന് അനുജനോട് പറഞ്ഞു, ലക്ഷ്മണനോട് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ ശത്രുഘ്ന പൂർവജൻ മാല്യവും ബന്ധിച്ച് മിത്രാത്മനെ മോദാൽ അയച്ചിടിനാൻ. അങ്ങനെ ഒരു മാല കോർത്ത് ബന്ധിക്കുക വെച്ചാൽ കെട്ടുക, മാല കെട്ടി. ശത്രുഘ്നൻ എന്ന് വെച്ചാൽ ലക്ഷ്മണൻ്റെ അനുജൻ. അപ്പം അനുജൻ്റെ ജ്യേഷ്ഠനാരാ? ലക്ഷ്മണൻ. ശത്രുഘ്ന പൂർവജൻ എന്ന് പറയുമ്പോൾ ശത്രുഘ്നൻ്റെ ജ്യേഷ്ഠനാണ് ലക്ഷ്മണൻ. അതിനിങ്ങനെ നമുക്കതൊക്കെ മനസ്സിലാക്കണം. എന്തോ ശത്രുഘ്ന പൂർവജൻ എന്ന് പറയാതെ ആരാ? നമുക്ക് ആദ്യം എനിക്കും ഇങ്ങനെ തോന്നുമായിരുന്നു. പിന്നെ അത് നോക്കി മനസ്സിലാക്കി എടുത്തതാണ്. അപ്പം നമുക്ക് എപ്പോഴും ഈ പേരുകൾ നമ്മുടെ മനസ്സിൽ പണ്ടേ ഇല്ലല്ലോ. ഇതെനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ പാടായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കും, ശത്രുഘ്നൻ എന്ന് പറയുന്നത് ആരാ? പിന്നെ ചിന്തിക്കും, 3 തള്ളമാരുടെ മക്കളാണ്. അപ്പം ശത്രുഘ്നൻ എന്ന് പറയുന്നത് ലക്ഷ്മണൻ്റെ അനുജനാണ്. അതുകൊണ്ട് ശത്രുഘ്ന പൂർവജൻ എന്ന് പറയുന്നത് ശത്രുഘ്നൻ്റെ ജ്യേഷ്ഠൻ. അതാരാണ്? ലക്ഷ്മണൻ. അപ്പോൾ ലക്ഷ്മണൻ ഈ മാല ബന്ധിച്ച് കെട്ടി അതിൻ്റെ കഴുത്തിലിട്ട് വിട്ടിട്ട് യുദ്ധത്തിന് വിട്ടു. അതായത് വിളിക്കാൻ, ബാലിയെ യുദ്ധത്തിന് വിളിക്കണ്ടേ.
ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ചെന്ന് വിളിച്ചു. എങ്ങനെയെന്ന് വിളിക്കുന്നേ? ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതി വിസ്മിതനായൊരു ബാലിയും. അന്നേരം ഇത്രയും ക്രുദ്ധനായി, കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഇടിയും കൊണ്ടിട്ട് ഓടിയ ആളാ. പെട്ടെന്ന് ഇങ്ങനെ സിംഹനാദം പോലെ എന്ന് കിഷ്കിന്ധാപുരിയിൽ ആ ദ്വാരച്ച വാതൽക്കൽ കവാടത്തിൽ ചെന്ന് വിളിക്കുമ്പോഴും ഇത്രയും വൈരാഗ്യബദ്ധ രോഷം കൊണ്ട് സിംഹനാഥം പോലെ അലറി ഇങ്ങനെ വിളിക്കുന്നത്, നീ ഇറങ്ങി വാടാ, ഇന്നിപ്പം നിന്നെ ഞാൻ ശരിയാക്കാം എന്ന് സുഗ്രീവൻ പറയണമെങ്കിൽ ഇത്ര ധൈര്യമോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്താ അത് കേട്ടപ്പം വിസ്മിതനായി. ഇത് സുഗ്രീവൻ തന്നെയാണോ? ബാലി ഇങ്ങനെ വിളിക്കാറായോ? എന്നെ ഇങ്ങനെ വിളിക്കാൻ എൻ്റെ അനുജനായോ? ജ്യേഷ്ഠനാണ് ബാലി, പക്ഷെ അച്ഛന്മാർ രണ്ടാണ്. അതായത് ദേവേന്ദ്രപുത്രനാണ് ബാലി, സൂര്യപുത്രനാണ് സുഗ്രീവൻ. അച്ഛൻ രണ്ടാണെങ്കിൽ അമ്മ ഒന്നാണ്. അപ്പം ജ്യേഷ്ഠനും അനുജനും ആണല്ലോ. അപ്പം എന്നെ ഇങ്ങനെ വിളിക്കാറായോ? എൻ്റെ അനുജൻ എന്നാ ഇങ്ങനെ ആയത്? കഴിഞ്ഞ ദിവസം എന്നിൽ നിന്ന് ഇടിയും കൊണ്ട് ഓടിയ ഓട്ടമാണ്, ഇപ്പം ഇത് ഇത്ര ഇങ്ങനെ വിളിക്കുക. അപ്പം എന്ത് വന്നു? ഇത്രയും കേട്ടപ്പം വിസ്മിതനായോ, ഇത് ശരി തന്നെയാണോ? ഈ കേൾക്കുന്നത് ശരി തന്നെയാണോ? ഇത് സുഗ്രീവൻ തന്നെയാണോ? അങ്ങനെ ബദ്ധ്വ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈര്യം പുറപ്പെട്ട ഒരു നേരത്ത് അങ്ങനെ എന്ത് ചെയ്യുന്നു? അത്രമാത്രം കച്ച കെട്ടി എന്ന കാണാം, എന്നെ നീ വിളിക്കാറായോടാ? ചെന്ന് കച്ച കെട്ടി ഇറുക്കി കെട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭർത്തൃ അഗ്രേ ചെന്ന് ബദ്ധ്വ അശ്രുനേത്രയായി. ആരാ? ഭാര്യ താര. ഭർത്തൃ അഗ്രേ, ഭർത്താവിൻ്റെ അടുത്ത്, അഗ്രം അടുത്ത്, അറ്റത്തൊന്നും ഉണ്ട്. അപ്പം ഭർത്താവിൻ്റെ, അതായത് ബാലയുടെ അടുത്ത് ആര് ചെന്നു? താര ഭാര്യ ചെന്ന് ബദ്ധ അശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ. താരയും ബദ്ധ അത്ര വിഷമത്തോടുകൂടി കണ്ണുനീരോടുകൂടി തന്നെ ചെന്ന് തടുത്ത് പറയുന്നു. എന്താ പറയുന്നത് താര? ശങ്കാവിഹീനം പുറപ്പെട്ടത് എന്തൊരു ശങ്ക ഉണ്ട് ഉള്ളിൽ എനിക്ക്, അത് കേൾക്ക നീ. ഇങ്ങനെ ശങ്കാവിഹീനം, ഒരു വിഷമമില്ലാതെ ഇങ്ങനെ പുറപ്പെടാൻ എന്താ? ഇങ്ങനെ എടുത്തുചാടി പോകണോ? എന്ത് ഇങ്ങനെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോൾ ഉടനെ എടുത്തുചാടി പോകാം? അത് ശങ്കാവിഹീനം പുറപ്പെട്ടത് എന്തൊരു ശങ്ക, എൻ്റെ ഉള്ളിലും എനിക്കൊരു ശങ്ക, സംശയമുണ്ട്. ഭർത്താവിനോട് പറയുന്നു. അത് കേൾക്കൂ, ഞാനൊന്ന് പറയട്ടെ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവൻ ആശു വന്നിടുവാൻ കാരണം എത്രയും പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട്, പിന്തുണ നിർണയം. വിഗ്രഹത്തിങ്കൽ നിന്ന്, അതായത് ഈ ബാലിയുടെ അടുത്തുനിന്ന് കഴിഞ്ഞ ദിവസമല്ലേ യുദ്ധം എന്ന് വെച്ചാൽ പെട്ടെന്ന് അന്നെ ഈ രണ്ടാമത്തെ യുദ്ധത്തിന് വിളിക്കുവാണല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ ഈ യുദ്ധത്തിന് വിളിച്ചു ഇടിയും കൊണ്ട് ഭയപ്പെട്ട് ഓടിയ ആ ആൾ തന്നെ പരാജിതനായി പോയ ഈ സുഗ്രീവൻ ഇങ്ങനെ വരണമെങ്കിൽ, ഇത്രയും കടുപ്പിച്ച് വൈരാഗ്യത്തിൽ സിംഹനാദം പുറപ്പെടുവിച്ച് ഇങ്ങനെ വരണമെങ്കിൽ ഇതിൻ്റെ പുറകെ ആരോ പിന്തുണയ്ക്കുണ്ട് എന്ന് താര പറഞ്ഞു കൊടുക്കുന്നു. ഈ വിഗ്രഹത്തിങ്ങൾ വെച്ചാൽ യുദ്ധത്തിങ്കിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം യുദ്ധം ചെയ്തപ്പോൾ തോറ്റുപോയ സുഗ്രീവൻ ആശു വന്നിട്ട് അങ്ങനെ ആഗ്രഹത്തോട് ഇപ്പം ഇങ്ങനെ എടുത്തു ചാടി യുദ്ധം വാടാ, ഇന്നിപ്പോൾ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ ഒരാൾ വന്ന് വിളിക്കണമെങ്കിൽ എത്രയും പാരമുള്ള, അത്ര ഭയങ്കരമായ പരാക്രമമുള്ള ധൈര്യശാലി ഇവന് ഈ സുഗ്രീവൻ്റെ മിത്രമായ ആരോ ഉണ്ട് എന്ന് ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു. സ്ത്രീകൾക്ക് ചിലർക്ക് നല്ല ബുദ്ധിയാണ്, അതല്ല ഇവർ കേട്ടിട്ടുണ്ട്, അതും കൂടെ ചേർത്താ അത് പിന്നെ ഇത് വായിക്കുമ്പോൾ കിട്ടും. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകല്ല, നീ ബലാൽ ഇത് പറയാതിരി. നീ എന്തിനാ ഇത്ര കാര്യമായിട്ട് അടിച്ച് പറയുന്നത്? അതുകൊണ്ട് ഇത്ര ബലാൽക്കാര്യമായിട്ട് നീ പറയാതിരി. ബാലിയും താരയോട് ഇങ്ങനെ പറയുക. ബാലേ, അത് ഈ യുദ്ധത്തെപ്പറ്റി യാതൊരു അറിവ് സ്ത്രീകൾക്കില്ലല്ലോ, അതുകൊണ്ട് ബാലേ, കുട്ടി. കാരണം ഇതിലൊക്കെ അറിവില്ലായ്മയ്ക്കെല്ലാം കുട്ടി എന്നാ പറയാ. പ്രായം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും അറിവില്ലാത്തവരെല്ലാം നമുക്ക് അറിവില്ലെങ്കിൽ അത് കുട്ടികൾക്കല്ലേ അറിവില്ല. അതുകൊണ്ട് കുട്ടി, ബാലേ, ബലാൽ, നീ ബലാൽ പറയാതിരിങ്ങനെ ശങ്കയുണ്ടെന്നോ അതിൻ്റെ സംശയമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ബലാൽ പറയണ്ട, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കൈ അയച്ചിടൂ, നീ നിന്റെ ഉള്ളിൽ നിന്നങ്ങ് കള.
അയച്ചു വെച്ചാൽ നമ്മൾ മുറുകി പിടിച്ചിങ്ങനെ വെക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, എനിക്കങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ല, എൻ്റെ സുഗ്രീവൻ്റെ പുറകിലൊന്നും ആരും ഇല്ല, അവൻ ആരാ ഉള്ളത്, ഇതാണ് പറയാം. നീ എന്താ നിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് കള, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. കൈ അയച്ചിടുന്നത് അതാണ്. ചില വാക്കുകൾ നമുക്ക് തോന്നും ഈ കൈ എന്ന് മുറുക്കി പിടിച്ചേക്കാണോ, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന ഇങ്ങനെ ഒരു സംഭവം, അതുകൊണ്ട് പോകണ്ട, ഇതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന് പറയുന്നത്, അത് നീ മുറുകെ പിടിക്കണ്ട, ബലാൽ പിടിച്ച് വെക്കണ്ട, അതങ്ങ് അയച്ച് വിട്, അത് പോട്ടെ. അവിടെ കൈ അയച്ചിടും, നീ വൈകരുത് ഏതുമേ, നീ ഒരു കാര്യം ധരിക്കുകയാണ് ഓമലേ, നീ മനസ്സിലാക്കൂ, നിനക്ക് നീ കാര്യങ്ങൾ മനസ്സിലാക്കണം, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ബന്ധുവായ ആരാണുള്ളത് ഓർക്കുക സുഗ്രീവൻ ആരാ ബന്ധുവായിട്ടുള്ളത്? അയാളുടെ അനുജനാകുമ്പോൾ അവർക്കറിയാം ഇവർക്ക് എത്രമാത്രം ബന്ധുക്കളുണ്ടെന്നും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് ബന്ധുവായ ആരുള്ളത് ഓർക്കുക സുഗ്രീവന്, ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ. സുഗ്രീവൻ ആരാ ബന്ധുവായുള്ളത്? എന്നാൽ എന്നോട് ആർക്കും ശത്രുത്വവും ഇല്ല. അപ്പം എന്നോട് ബാലിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലല്ലേ സുഗ്രീവനോട് ചേർന്ന് എന്നോട് യുദ്ധം ചെയ്യത്തുള്ളൂ. അപ്പം എനിക്ക് ശത്രുക്കളാരും ഇല്ല, ഇപ്പം ഞാൻ സുഗ്രീവനോട് ആരെങ്കിലും ഒത്തു നിൽക്കൂ? ശത്രുക്കളുണ്ടെങ്കിൽ ശരിയാവും, ആ സുഗ്രീവ നമുക്ക് അവനെ കൊല്ലാം, നമുക്ക് ഇരുകൂട്ടരോടെ ചേർന്ന് കൊല്ലാം. പക്ഷേ ശത്രുക്കളായിട്ട് ആരും തന്നെ ബാലിക്കില്ല. ഭാര്യ അടുത്ത് പറയുവാണ്, ബന്ധുവായ ആരുള്ളതോർക്ക സുഗ്രീവന്, ബന്ധമില്ല എന്നോട് വൈരത്തിനും ആർക്കും, എന്നോട് ശത്രുക്കളും ആരുമില്ല, അവന് ബന്ധുക്കളും ഇല്ല. ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ, അങ്ങനെ ബന്ധുവായിട്ട് ഒരുത്തനുണ്ടെങ്കിൽ ഏകൻ, ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ, ഒരുത്തൻ അങ്ങനെ ബന്ധുവായിട്ട് ഉണ്ടെങ്കിൽ ഹന്തവ്യൻ എന്നാൽ അവനും അറിയുന്നത്, അവൻ അങ്ങനെയാണ്, അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവനും മരിച്ചിരിക്കും. ഹന്തവ്യൻ അവനും ഉറപ്പായും എന്താ പറയുക, കൊല്ലത്തക്കവൻ, അവനും മരിക്കത്തക്കവനാണ്. ബാലെടുക്ക വന്നാൽ മരിച്ചിട്ടേ പോകുന്നത്, അവൻ ബാലി അത്ര വീരവാനാണ് ഈ ബാലി. അതുകൊണ്ട് അങ്ങനെ കൊണ്ട് അവൻ മരിക്കപ്പെടേണ്ടവനാണ്. കാരണം ബാലി അവനെയും കൊന്നിരിക്കും. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ഭീരുവായി ഉള്ളിലടച്ച്, അത് ചൊല്ലു നീ. അതുകൊണ്ട് ശത്രുവായുള്ളവൻ ഒരു ശത്രുവാണ്, ഇപ്പം അനുജനായാലും ഒരു ശത്രുവാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഗൃഹത്തിൻ്റെ അടുക്ക വന്ന് അന്തികെ എൻ്റെ വീടിനടുത്ത് വന്ന് യുദ്ധത്തിനായി ഇങ്ങനെ വെല്ലുവിളിച്ചാൽ, വാടാ എന്ന് വിളിച്ചാൽ, നമുക്ക് യുദ്ധം ചെയ്യാൻ നീ ഇറങ്ങി വാ എന്ന് അങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് ശൂരനായുള്ള ഞാനിങ്ങനെ പുരുഷനായി ഇരിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ ഭയന്നിട്ട് ഭീരുവായി ഉള്ളിൽ കഥകടച്ച് പിരയ്ക്കാതിരിക്കാൻ പറ്റുമോ? നീ പറയൂ എന്ന് പറഞ്ഞു. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കാൻ നീ വല്ലഭേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നിന്റെ വൈരിയെ കൊന്ന്, ഈ ശത്രു ആരായാലും അവൻ്റെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടെങ്കിലും അവനെയും വധിച്ച്, എൻ്റെ ശത്രുവായ സുഗ്രീവനെ ഞാൻ വധിച്ചിട്ട് വിരവിൽ വരുവൻ ഞാൻ, പെട്ടെന്ന് തന്നെ വധിച്ചിട്ട് ഞാൻ വരും. നീ ധീരത കൈക്കൊണ്ട് നീ ധൈര്യമായിട്ടിവിടെ ഇരിക്കൂ പ്രിയേ വല്ലഭേ. താരയും ചൊന്നാൾ അത് കേട്ടവനോട്. അങ്ങനെ പറഞ്ഞപ്പോൾ താര വീണ്ടും പറയുന്നു, വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ, എന്നാ വീരവനായ ശിഖാമണി അത് ബാലിയോട് പറയുന്നു, എങ്കിൽ നീ കേൾക്കൂ, ഇനിയും ഉണ്ട് പറയാനുണ്ട്. കാനനത്തിങ്കിൽ നായാട്ടിന് പോയതു താനേ മമ സുതൻ അങ്കദൻ അന്നേരം കേട്ടോരു ദന്തം എന്നോട് ചൊന്നാനത്. കേട്ടൊരു ദന്തം, അതായത് ഒരു വാർത്ത. അതായത് പിതാവിനോട് പറയുന്നു, നമ്മുടെ മകൻ കാനനത്തിൽ നായാട്ടിന് പോയി. അങ്കദൻ എന്നാണ് പേര് മകൻ്റെ. ഒറ്റയ്ക്കാണ് അവൻ പോയത്. മമ സൂതൻ, എൻ്റെ മകൻ അങ്കദൻ വനത്തിൽ നായാട്ടിന് പോയപ്പോൾ കേട്ടൊരു വാർത്ത, കേട്ടൊരു ദന്തം എന്നോട് ചൊന്നാനത്. അവൻ കേട്ട വാർത്ത എന്നോടൊന്ന് പറഞ്ഞു. എൻ്റെ മകൻ കാനനത്തിൽ പോയപ്പോൾ ഒരു വാർത്ത കേട്ടു. ബാലിയോട് പറയുന്നു, അത് ഞാൻ പറയാം, അത് കേൾക്കുക. അതുകൊണ്ട് എന്താ, കേട്ടിട്ട് ശേഷം യഥോചിതം പോകുന്നത്, അത് കേട്ടിട്ട് വേണം മനസ്സിലാക്കിയിട്ട് പോകണോ പോകണ്ടേ തീരുമാനിക്കുക. അതുകൊണ്ട് അത് ഞാൻ പറയാൻ പോവുകയാണ്. കേട്ടൊരു ദന്തം എന്നോട് ചൊന്നാൻ, അത് മകൻ എന്നോട് പറഞ്ഞു. അത് കേട്ടിട്ട് ഞാനത് പറയാം. അത് കേട്ടിട്ട് ശേഷം എന്താണെന്ന് വെച്ചാൽ, യഥോചിതം എന്താണെന്ന് വെച്ചാൽ അതുപോലെ പൊയ്ക്കുള്ളൂ. എന്താണ് കഥ? കേട്ട വാർത്ത, ശ്രീമൽ ദശരഥനാം അയോധ്യാധിപൻ രാമൻ എന്നുണ്ട് അവൻ തന്നുള്ള നന്ദനൻ. അപ്പോൾ ശ്രീമൽ അതായത് ശ്രീരാമൻ പിതാവ് ദശരഥ മഹാരാജാവ്, അയോധ്യ അധിപനായ രാജാവായ ദശരഥ മഹാരാജാവിൻ്റെ ഒരു മകനുണ്ട്, രാമൻ എന്നാണ് പേര്. അയാളുടെ മകൻ ലക്ഷ്മണനാകും അനുജനോടും, അദ്ദേഹത്തിൻ്റെ അനുജനായ ലക്ഷ്മണനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ അതായത് രാമൻ്റെ ഭാര്യയായ ലക്ഷ്മിക്ക് തുല്യമായിരിക്കുന്ന സീതയോടും കൂടി വന്നിരുന്നിടാൻ ദണ്ഡകാനനെ. അതായത് ഈ വനത്തിൽ അവർ 3 പേരും കൂടെ അവിടെ വന്നിട്ടുണ്ട്. കാനനെ എന്തിനാ? വന്യ അശനായി തപസ് ചെയ്തിടുവാൻ. വന്യ അശനം
വനത്തിലെ ആഹാരങ്ങൾ എന്ന് ഫലമൂലാദികൾ പഴവർഗ്ഗങ്ങളൊക്കെ വനത്തിൽ എന്താ ഉള്ളത് അതൊക്കെ അശിക്കുക എന്ന് കഴിക്കാൻ. അപ്പം വനത്തിലുള്ള ഫലമൂലാദികളൊക്കെ കഴിച്ച് തപസ്സരിക്കാൻ വേണ്ടിയാണ് അവരിവിടേക്ക് വന്നത്. ദുഷ്ടനായുള്ള രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടെ പത്നിയെ, അതായത് ശ്രീരാമൻ്റെ പത്നിയെ ദുഷ്ടനായ രാവണൻ കട്ടുകൊണ്ടുപോയി. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഋഷ്യമൂകാചലേ വന്നിതു. അങ്ങനെ ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ എന്ത് ചെയ്തു? സീതയെ അന്വേഷിച്ച് എവിടെ ചെന്നു? ഋഷ്യമൂകാചലത്തിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. അവിടെ ചെന്നപ്പോൾ ഈ സൂര്യപുത്രനെ മിത്രാത്മനായത് ഈ അങ്കദൻ്റെ ചിറ്റപ്പനായി വരുമല്ലോ, കൊച്ചച്ഛനല്ലേ. അപ്പോൾ വനത്തിൽ ചെന്നപ്പോൾ ഈ വാർത്ത ഈ മകൻ അങ്കദൻ കേട്ടത് വന്ന് ഇവിടെ അമ്മയടുത്ത് പറയുന്നതാണ്. ആ കാര്യമാണ് ഇവിടെ ഇപ്പം ബാലെടുത്ത് അമ്മ പറഞ്ഞു കൊടുക്കുക. എൻ്റെ മകൻ കേട്ട വാർത്ത ഇങ്ങനെയാണ്. അപ്പോൾ സീതയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും കൂടെ ഋഷ്യമൂകാചലത്തിൽ ചെന്നപ്പോൾ മിത്രാത്മനായ സുഗ്രീവനെ അവിടെ അവർ തങ്ങളിൽ കണ്ടുമുട്ടി. അപ്പോൾ മിത്രമായി വാഴുക എന്ന അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാൽ അഗ്നിസാക്ഷിയായി ഇവർ രണ്ടുപേരും ഒന്നിച്ച് അവരുടെ കാര്യങ്ങൾ സുഗ്രീവൻ രാമൻ്റെ കാര്യസാധ്യവും ചെയ്തു കൊടുക്കണം, രാമൻ എന്ത് ചെയ്യണം? സുഗ്രീവൻ്റെ കാര്യവും സാധിച്ചു കൊടുക്കണം. ഇവർ രണ്ടുകൂടെ അഗ്നിസാക്ഷിയെ സഖ്യം ചെയ്ത് ഈ വിവരം ദുഃഖശാന്തിക്ക് അങ്ങ് ഇരുവരുമായോട് അവരുടെ ദുഃഖശാന്തിക്ക് വേണ്ടിയാണ് ഇരുവരും സഖ്യം ചെയ്തത്. ശ്രീരാമൻ്റെ ദുഃഖം തീർക്കാൻ സുഗ്രീവൻ്റെ അതായത് സുഗ്രീവനും ഭാര്യയില്ല, രാജ്യമില്ല, പിന്നെ വീടില്ല, എല്ലാം കളഞ്ഞിട്ട് ഇതെല്ലാം കൈക്കലാക്കി വെച്ചത് ഈ ബാലി കണ്ടാ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഭയങ്കര ദുഃഖമാണ് സുഗ്രീവനും. അപ്പോൾ സുഗ്രീവൻ്റെ ദുഃഖം തീർക്കാൻ ശ്രീരാമനും ഏറ്റു. ശ്രീരാമൻ ഇതുപോലെ സീതയെ തേടി പിടിച്ച് കൊണ്ടുവെക്കാന്ന് സുഗ്രീവനും. ഇങ്ങനെ രണ്ടുപേരും തങ്ങളെ അഗ്നിസാക്ഷിയായ ഒരു സഖ്യം ചെയ്തു ദുഃഖശാന്തിക്ക് വേണ്ടിയിട്ട്, ഇവർ രണ്ടുപേരും ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട്. വൃത്രാര്യപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തതു രാഘവൻ. അങ്ങനെ വൃത്രാര്യപുത്രനെ ദേവേന്ദ്രപുത്രനായ ബാലിയെ, വൃത്ര അരി എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ്റെ പുത്രനാരാ ബാലി, ഈ ബാലിയെ കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ, അതായത് മിത്രാത്മജ വെച്ചാൽ സൂര്യപുത്രൻ. ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് പോലും ഇത് തെറ്റുപറ്റും. അപ്പം മിത്രം കേൾക്കാൻ ചേർക്ക് പറ്റത്തില്ല, അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് വൃത്രാരി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്, ദേവേന്ദ്രൻ്റെ പുത്രനാ ബാലി. അപ്പം മിത്രാത്മജൻ വെച്ചാൽ എന്താ? സൂര്യപുത്രൻ. രവി എന്നും ആദിത്യനും ഒക്കെ പേരുണ്ട്. ഇവിടെ മിത്രാത്മജ എന്ന് പറഞ്ഞാൽ സൂര്യപുത്രനെ അർക്കപുത്രൻ എന്നൊക്കെ പറയും. എല്ലാം സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. അതുകൊണ്ട് മിത്ര ആത്മജ എന്ന് പറയുമ്പം ഈ പുത്രനാണ്, സുഗ്രീവനാണ്. സുഗ്രീവന് എന്ത് ചെയ്യാൻ? നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തു രാഘവൻ. അപ്പം വൃത്രാരിയെ കൊന്നിട്ട്, അത് ബാലിയെ കൊന്നിട്ട് കിഷ്കിന്ധ രാജ്യം ആക്ക് നേടിക്കൊടുക്കും സുഗ്രീവന്. അങ്ങനെ വാഴിപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? സുഗ്രീവനെ കൊന്നെങ്കിലല്ലേ ഇത് നടക്കൂ, അല്ലെങ്കിൽ സുഗ്രീവനെ ബാലി കൊല്ലത്തില്ലേ, കൊല്ലാനാട്ടില്ലേ ഒളിച്ചല്ലേ നടക്കുന്ന സുഗ്രീവൻ. അതുകൊണ്ട് ശ്രീരാമൻ എങ്ങനെയാ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. ശ്രീരാമൻ വിചാരിച്ചാലേ ഈ ബാലിയെ വകവരുത്താൻ പറ്റൂ. അതുകൊണ്ട് ബാലിയെ കൊന്നിട്ട് ഭാര്യയും രാജ്യവും അവിടെ രാജാവായി വാഴിക്കാൻ എല്ലാവരും സഖ്യം ചെയ്തേക്കുന്ന ശ്രീരാമൻ. സത്യവും ചെയ്തങ്ങ് കൊടുത്തു ശ്രീരാമൻ. സത്യനും അർക്കതനേനും അന്നേരം, അതായത് സൂര്യപുത്രൻ, അർക്കൻ സൂര്യനെ. അപ്പോൾ സൂര്യപുത്രൻ അതെന്ത് ചെയ്തു? അന്വേഷണം ചെയ്ത് അറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യ ഏവം പ്രതിജ്ഞയും ചെയ്തതു. അപ്പോൾ തിരിച്ച് ശ്രീരാമൻ്റെ ഭാര്യയെ സീതാദേവിയെ എവിടെയെങ്കിലും പോയി തിരഞ്ഞു പിടിച്ച് കണ്ടു കൊടുക്കാമെന്ന് സുഗ്രീവനും സഖ്യം ചെയ്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത വാർത്ത ഇത് വനത്തിൽ ചെന്നപ്പം ഈ അങ്കദൻ ഇതിങ്ങനെ അറിഞ്ഞു, ഈ പറച്ചിരി കേട്ടതല്ല. അതുകൊണ്ട് അപ്പോൾ അന്യോന്യം ഏവം പ്രതിജ്ഞയും ചെയ്തത് വന്നതിപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മെല്ലെന്ന് പറഞ്ഞ് യുദ്ധത്തിനായി വിളിക്കുന്നത്. അപ്പോൾ പുറക്കെ ആളുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണയുള്ള യുദ്ധത്തിന് തോറ്റ് പേടിച്ച് ഓടിയ സുഗ്രീവൻ പെട്ടെന്ന് വന്നിങ്ങനെ വെല്ലുവിളിക്കത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ കേട്ട വാർത്തയും ഇതുകൂടെ ഒത്തിരിക്കുന്നു. അതാണ് ഈ ഭാര്യ പോകാൻ വരട്ടെ, ഈ കാര്യം കേട്ടിട്ട് യഥോചിതം പിന്നെ ആലോചിച്ച് പോകൂ. അതുകൊണ്ട് ഈ കാര്യം മകൻ വന്ന് എന്നോട് പറഞ്ഞു, അങ്കദൻ വനത്തിൽ പോയിട്ടുമായി ഈ വാർത്ത കേട്ടു, എന്നോടൊന്ന് പറഞ്ഞു, അതനുസരിച്ച് ഞാനിത് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇപ്പം ഈ യുദ്ധത്തിന് വന്ന് സുഗ്രീവൻ വെല്ലുവിളിക്കുന്നത്. അത് വന്നത് ഇപ്പോൾ, അതായത് സുഗ്രീവൻ ഇപ്പോൾ ഇതാണ് വന്ന് യുദ്ധത്തിന് വിളിച്ചുകൊണ്ട് സിംഹനാദം പോലെ വന്ന് യുദ്ധത്തിനായി വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് തീർത്ത് താര പറഞ്ഞു.
വൈരമെല്ലാം കളഞ്ഞ ആശ സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുകയ ഇളമയായി. അങ്ങനെ ആ ഭാര്യ പറഞ്ഞ എന്താണ് താര, ഇത് സത്യമായിട്ട് അവർക്ക് അല്പ ദൈവികമുണ്ട്. കാരണം ഒരു ഭാര്യയും കൈക്കലാക്കി സ്വന്തം രാജ്യവും ഒന്നും കൊടുക്കാതെ, രണ്ടും ജ്യേഷ്ഠനും അനിയനാണ്, വീടും ഒന്നുമില്ലാതെ ഇദ്ദേഹം ഒറ്റയ്ക്ക് എവിടെയോ കഴിയുന്നു പേടിച്ചിട്ട്. കാര്യം എന്നാ ഒന്നും സുഗ്രീവൻ ചെയ്ത കുറ്റവുമല്ല. അയാൾ പറഞ്ഞതനുസരിച്ച് ഗുഹയുടെ അവിടുന്ന് ചോര വരുന്നെങ്കിൽ ഗുഹ കല്ലിട്ടടച്ചിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് ചോര വന്നതുകൊണ്ട് ഇദ്ദേഹം അങ്ങ് പോയി. അയാൾ എന്ത് തെറ്റായി മറ്റുള്ള പറഞ്ഞ വാക്കല്ലേ പാലിച്ചുള്ളൂ. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ അയാൾ ഇനി വന്നു. അപ്പോൾ മനഃപൂർവ്വം ഗുഹയ്ക്കകത്തിട്ട് കൊല്ലാൻ ചെയ്യുന്നുള്ള വെച്ചുകൊണ്ടാണ് ആ വൈരാഗ്യം ഈ ബാലിക്ക് ഇരിക്കുന്നത്. ആ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ സുഗ്രീവനെ കൊല്ലാൻ നടക്കുന്നത്. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു, വൈരമെല്ലാം കളഞ്ഞ് ആശ് സുഗ്രീവനെ സ്വൈരമായി, അദ്ദേഹത്തിന് ഒരു സ്വൈരം കൊടുക്ക്, സ്വൈരമായി വാഴിച്ചു കൊള്ളുക, ഇളമയായി മതി, യുവരാജാവായിട്ടെങ്കിലും അത് ഇരുന്നോട്ടെ. കാരണം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ ഓരോ കാര്യങ്ങളും, വീടും കൂടും രാജ്യവും ഭാര്യയും എല്ലാം. അയാളുടെ ഭാര്യ ഇദ്ദേഹത്തെ തട്ടിയെടുത്താൽ അത്രമാത്രം വിഷമമുണ്ടെന്ന് ആ സ്ത്രീക്ക് അറിയാം. അതുകൊണ്ട് പറഞ്ഞ് ഈ വൈരം ശത്രുത്വം എല്ലാം കളഞ്ഞിട്ട് സുഗ്രീവനെ സ്വൈരമായി വാഴിച്ച് കൊള്ളുക, ഇളമയായി യുവരാജാവായിട്ട്. യാഹി രാമം നീ ശരണമായി വേഗേന പാഹിമാ അങ്കദം രാജ്യം കുലഞ്ചത്. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ മതി, അത് അങ്ങനെ പോയാലും ഭക്ഷിച്ചാലും അത് അപ്പോഴും എന്ത് വരും, നമുക്ക് ശരണമായി വേഗന പാഹിമാം അങ്കദം രാജ്യം കുലഞ്ചതേ. അപ്പോൾ എന്നെയും അങ്കദനെയും രാജ്യത്തെയും അങ്ങയുടെ കുലത്തെയും ഇങ്ങനെ നന്നാവും, രക്ഷപിടിക്കും. ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ ചൊല്ലി കരഞ്ഞു കാലും പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും വിധു വ്യാകുലഹീനം പുണർന്ന് അനുരാഗവശേന പറഞ്ഞതു ബാലിയും. അപ്പം ഇങ്ങനെ വിഷമം പിടിച്ച് താര ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാലിക്ക് ഭാര്യയോട് വിഷമം, കാരണം നീ ഇങ്ങനെ വിഷമിക്കാതിരി, ഇങ്ങനെ ചൊല്ലി കരഞ്ഞ് കാലും പിടിച്ച് താര കാലിൽ വണങ്ങി നമസ്കരിച്ചപ്പം അടുത്ത് ചെന്ന് വ്യാകുലഹീനം പുണർന്ന് ഭാര്യ ആശ്വസിപ്പിക്കുന്നു. പുണർന്ന് അനുരാഗവശേന പറഞ്ഞത് ബാലിയും. ഭാര്യയോടുത്ത് ഇത്രയും വിഷമം പറയുമ്പം ബാലിക്ക് ഒരു അനുരാഗം ഉണ്ടാകുന്ന താരെടുത്ത്. പക്ഷെ ഈ യുദ്ധത്തിന് പോയേ പറ്റൂ. എങ്കിലും പറയുന്നത് എന്താണ്, സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായ ഏതുമേ നാസ്തി ഭയം മമ വല്ലഭേ. കേൾക്ക നീ, ഈ സ്ത്രീകളുടെ സ്വഭാവമാണ് ഈ പേടി. അതുകൊണ്ട് നീ സമാധാനപ്പെടൂ, സന്തോഷമായിട്ട് അനുരാഗം കൊണ്ട് പുണർന്നും കെട്ടിപ്പിടിച്ചും വിഷമിക്കണ്ട. ഇതൊക്കെ ഇത് സ്ത്രീകളുടെ സ്വഭാവമാണ് പേടി. അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കൂ. സ്ത്രീ സ്വഭാവം കൊണ്ടാണ് നിനക്ക് ഈ പേടി ഉണ്ടാകുന്നത്. അത് സാരമില്ല, ഭയക്കണ്ട. മമ വല്ലഭേ, കേൾക്ക നീ, ഞാൻ പറയാം, നീ മനസ്സിലാക്കൂ. ശ്രീരാമലക്ഷ്മന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടും അവരെന്ന് നിർണയം. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങനെ വന്നതെങ്കിൽ ചേരും എന്നോട് അവരെന്ന് നിർണയം. എന്നോടേ ചേരത്തുള്ളൂ, ബാലിയോടത്തെ ചേരും, സുഗ്രീവനടുത്ത് നിൽക്കത്തില്ല. കാരണം എനിക്കാണ് ഭഗവാനെ അത്രമാത്രം ഞാൻ അത്ര ഭക്തനാ ഭഗവാന്റെ. അതുകൊണ്ട് എന്നോടൊപ്പം ചേരണക്ക് സുഗ്രീവനോട് ചേരത്തില്ലെന്നാണ് ബാലി പറയുന്നത്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. ശ്രീരാമൻ ലക്ഷ്മണന്മാരാണോ വന്നതെങ്കിൽ ചേരും എന്നോട്, ബാലിയോട് ചേരും അവരെന്ന് നിർണയം. അപ്പോൾ അവർ രണ്ടുപേരും എന്നോട് കൂട്ടുകൂടും, എൻ്റെ പക്ഷം പിടിച്ച് നിൽക്കും എന്ന് പറഞ്ഞു. രാമനെ സ്നേഹം എന്നോളമില്ലാർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. അപ്പോൾ രാമനെ സ്നേഹം എന്നോളം ബാലിയുടെ അത്രയും സ്നേഹം ആർക്കും ശ്രീരാമനോടില്ല. ബാലിയുടെ വിശ്വാസം അങ്ങനെയാണ്. ബാലി പറയുന്നു, എന്നോളം സ്നേഹം ആർക്കും ശ്രീരാമനോടില്ല. അത്ര സ്നേഹം ഭക്തനാണ് ബാലി. സുഗ്രീവനൊന്നും അത്രയ്ക്കൊന്നും വരത്തില്ല. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഞാനിടുന്ന ഭാഗത്തിൻ്റെയൊക്കെ കമൻസുകൾ വരുമ്പോൾ ഈ കമൻസുള്ള മക്കൾക്ക് എത്രമാത്രം ഭക്തിയാണ്. ഞാൻ ഇടുന്നതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളകത്ത് എഴുതും, ഇന്നതെന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഈ ഭക്തി ഉണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റൂ, ആർത്തി ഉണ്ടെങ്കിലേ അർത്ഥം മനസ്സിലാവൂ. അങ്ങനൊന്നുണ്ട്. നമുക്ക് ആർത്തി ഇല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. അതാണ് സംഭവം. നമുക്ക് ഏതിലും വാസന വേണം. ഈ വരികൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലാണ്, നമ്മുടെ ആർത്തി ഉള്ളവനെ തൃപ്തിപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ഉള്ളത്തിൽ അത് ശ്രദ്ധാപൂർവം ചെയ്തിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഈ ഭാഗമൊക്കെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഭക്തി കൊണ്ട് പരമാത്മാവ് ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന കുറച്ചൊക്കെ നമ്മൾ യുക്തിയൊക്കെ എടുക്കും. അതും ഭഗവാൻ തന്നെയാണല്ലോ, എല്ലാം ഈശ്വരൻ്റെ കഴിവാണല്ലോ, നമുക്കെന്ത് കഴിവാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് തന്നെ എൻ്റെ മക്കൾ തരുന്ന കമൻസുകൾ ഞാൻ ചിലപ്പോൾ ഭഗവാൻ ഇത് നോക്ക്, ജഗദമ്മയുടെയും നിർമ്മലാപത്രൻ്റെയും രുക്മിണി മോഹനൻ്റെയും ഓരോ, അതായത്
എല്ലാവരും ബിജുവും ജയാനിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ മകള് എന്താ പറയുക സുലോചന അഖിൽ, ഇങ്ങനെ കുറേ മക്കളുണ്ട്. ഇവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞാൻ ഇവർക്കൊക്കെ ഇത്ര സ്നേഹം ഭഗവാനോടുണ്ടല്ലോ, ഭക്തി ഉണ്ടല്ലോ, അപ്പോൾ ഞാനിതിലെങ്കിൽ ഒന്നും ഇല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. നമ്മൾ ധരിക്കുന്ന നമുക്കാണ് കൂടുതലെന്ന്, പക്ഷെ ഒന്നുമല്ല. നമ്മൾ ആരുടെയും ഉള്ളം തുറന്നു നോക്കാൻ പറ്റുമോ? പക്ഷെ അവരവരുടെ വിശ്വാസം നല്ലത് തന്നെയാണ്. എനിക്ക് അത്രയും ഉണ്ടെന്ന് ഇത്രൂടെ ഇരിക്കട്ടെ, ദിവസേന വർദ്ധിക്കട്ടെ. അതുകൊണ്ട് ഭഗവാൻ ഇദ്ദേഹം പറയുന്നു, രാമനെ സ്നേഹം എന്നോളം, രാമനോട് സ്നേഹം എൻ്റെ അത്രയും സ്നേഹം, അതായത് ബാല്യോളം സ്നേഹം രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പം അങ്ങനെയുള്ള പരമാത്മാവിനോട് എൻ്റെ സ്നേഹം പോലെ ആർക്കുമില്ല. അത് ഭഗവാൻ മഹാവിഷ്ണു നാരായണനാണെന്ന് ബാലിക്ക് അറിയുന്നതുകൊണ്ട് ബാലി ഇഷ്ടം പോലെ ഭക്തനാവുന്ന സ്നേഹിക്കുന്നു ഈശ്വരനെ. അപ്പോൾ അതുകൊണ്ട് എന്നോളം സ്നേഹം മറ്റാർക്കും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ശ്രീരാമൻ എൻ്റെ പക്ഷമേ നിൽക്കൂ, ഞാൻ ഇനി കൊണ്ടുപോരൂ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നാരായണൻ താൻ അവതരിച്ചു എന്തിനാ? ഭൂമി ഭാരഹരണാർത്ഥമെന്ന് കേൾപ്പുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഭൂമിയുടെ ഭാരം ഹരണം ചെയ്യുവാൻ എന്നുവെച്ചാൽ ഭാരം ഹനിക്കാൻ, ഹരണം എന്ന് വെച്ചാൽ കുറയ്ക്കാൻ. അപ്പോൾ ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ വേണ്ടി ഭൂമിയിൽ പരമാത്മാവായ നാരായണൻ മഹാവിഷ്ണു അവതരിക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. താരടുത്ത് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് പക്ഷഭേദം ഭഗവാനില്ല നിർണയം. ഒരിക്കലും ഭഗവാന് പക്ഷഭേദമില്ല. തെറ്റ് സുഗ്രീവനോടും ബാലിയോടത്തും ഭഗവാൻ ഒരുപോലെയേ ഉള്ളു. അതുകൊണ്ട് എനിക്കുള്ള അത്രയും ഭക്തി സ്നേഹം മറ്റാർക്കും ഇല്ലാത്തതുകൊണ്ട് ഈ ബാലിയുടെ പക്ഷം നിൽക്കുന്നുണ്ട് ഉറപ്പ്. സുഗ്രീവന് എന്നോളത്രയും ഭക്തി പരമാത്മാവിനോട് ഇല്ല, പക്ഷെ എനിക്കാണ് കൂടുതലുള്ളത്. അപ്പം കൂടുതൽ ഭക്തനോടല്ലേ ഭഗവാൻ നിൽക്കത്തുള്ളു. അതിൻ്റെ ബലത്തോടാണ് പറയുക, എന്നോടൊപ്പം എത്രയും ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് എനിക്ക് തന്നെ കൂടെ നിൽക്കും ഭഗവാൻ എന്നാണ് ബാലയുടെ വിശ്വാസം. അതുകൊണ്ട് പക്ഷാഭേദം ഭഗവാനില്ല. കാരണം എന്താ? ഭഗവാനുടെ ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണു നാരായണനാണ്, പരമാത്മാവാണ്. പക്ഷാഭേദം അതുകൊണ്ട് ഭഗവാന് ഒരിക്കലും ആരോടും പക്ഷാഭേദമില്ല. നിർഗുണൻ ഏകൻ ആത്മാരാമൻ ഈശ്വരൻ, ഭഗവാൻ പരമാത്മാവ് നിർഗുണനാണ്, ആരോടും എന്താ പറയുക ഗുണത്തിനും അതീതനാണ്. എന്നുവെച്ചാൽ ത്രിഗുണങ്ങളില്ലാത്ത ഭഗവാനാണ്. അതുകൊണ്ട് ഏകനാണ്, ഒരേ ഒരു വസ്തു പരബ്രഹ്മമാണ്. അതാണ് ഈ ശ്രീരാമൻ, അതാണ് ഭഗവാൻ കൃഷ്ണൻ. ഇതൊക്കെ അവതാരം എടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ശ്രീരാമൻ്റെ കഥ പറയുമ്പോൾ കൃഷ്ണൻ പിന്നെ ആരാന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം വകുപ്പ് ഒന്ന് തന്നെയാണ്. പല സമയങ്ങളിൽ അവതരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരേ ഒരു വസ്തു തന്നെയാണ് ഇതെല്ലാം. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കള പരബ്രഹ്മ വസ്തു എന്ന് നമ്മൾ പറയാം. അത് പരബ്രഹ്മ വസ്തു എന്ന് പറയുന്നത് അത് അരൂപിയാണ്. അത് അഖണ്ഡം നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ്. അതിന് നമ്മളെപ്പോലെ തലയോ മുഖമോ ഇങ്ങനൊന്നും അല്ല, അത് ചൈതന്യമാണ്. അതുകൊണ്ടാണ് നിഷ്കള പരബ്രഹ്മ വസ്തു. ആ ചൈതന്യമൂർത്തി ആ ഭഗവാന്റെ മായ കൊണ്ട് തന്നെ രൂപം എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് രൂപം കിട്ടി, അതുകൊണ്ട് നമ്മളൊക്കെ കാണുന്നു. അത് ആ സമയം കഴിയുമ്പോൾ അവർ മറയും, വീണ്ടും ആ ചൈതന്യത്തിലേക്ക് അങ്ങ് ലയിക്കും, അതായത് പരബ്രഹ്മത്തിലേക്ക് ലയിക്കും. അപ്പം ഭഗവാൻ കൃഷ്ണനും ആ പരബ്രഹ്മത്തിൽ ലയിച്ചു, വൈകുണ്ഠവാസത്തിൽ ജയിച്ചു. അതുപോലെ ശ്രീരാമനും അവിടേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് പുറപ്പെട്ടു വന്നു, രൂപമെടുത്തു. നമ്മളൊക്കെ അതുകൊണ്ട് കണ്ടു. നമുക്കല്ലേ കാണാൻ പറ്റില്ല, പക്ഷെ കാണാൻ പറ്റില്ലെന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അത്രത്തോളം പൊടി കുഞ്ഞിനെ നമ്മുടെ ഉള്ളത്തിൽ അങ്ങനൊന്നും ഉണ്ട്, അങ്ങനെ വിശ്വസിച്ച് നമ്മളൊരു കുഞ്ഞായി നിന്ന് കരഞ്ഞ് വിളിച്ചാൽ രൂപമെടുത്ത് വന്ന പരമാത്മ രൂപമെടുത്ത് നമ്മളെ കണ്ടു. ഞാനങ്ങനെ കണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരു പുത്രന് ഈശ്വരന്, ദൈവത്തെ കാണാൻ പുത്രന് മാത്രമേ. ആരാ പുത്രൻ? യേശു കർത്താവാണോ? അതുപോലെ തന്നെ നമ്മളും യേശു കർത്താവ് പുത്രന് കാണാം, ആ പുത്രനായിട്ട് വന്നുണ്ട്. അത് ആ നിഷ്കള രീതി, ആ പുത്രനെ പോലെ നമ്മളും പുത്രനാവണം. അപ്പോൾ ഒരു പുത്രനെ കാണാമെന്നുണ്ട്, അത് നമ്മൾ പുത്രനാവണം, ഒരു പുത്രി ആകണം, അപ്പോൾ കാണാം. അല്ലാതെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പം നമ്മളെങ്ങനെ പുത്രനാകുന്നേ? നിഷ്കള, അത്രമാത്രം ഒരു പൊടി കുഞ്ഞിൻ്റെ ഒരു ഇതാണ്. കാരണം എനിക്ക് കണ്ടേ പറ്റൂ. അരൂപിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭഗവാനെ കണ്ടേ പറ്റൂ, എനിക്ക് എൻ്റെ ദൈവത്തിനെ കണ്ടേ പറ്റൂ. ആ നിർബന്ധം എടുത്തൊരു നിലവിളിയും പടവിളിയും വന്നാൽ എന്ത് വരും? കാണേ പറ്റൂ, കാണിച്ചേ പറ്റൂ. അതങ്ങനെയാ, എന്തെങ്കിലും രൂപത്തിൽ നമ്മളെ ഒന്ന് കാണിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ഒരു പുത്രന് മാത്രമേ കാണാൻ പറ്റൂ. എന്നുവെച്ചാൽ പുത്രിയോ പുത്രനോ, രണ്ടും പുത്രന്മാരാണല്ലോ. അങ്ങനെ നമ്മൾ പുത്രനാവണം, ഒരു പുത്രിയാവണം. നമ്മൾ പുത്രി ആയെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ, അല്ല ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് പക്ഷാഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണൻ ഏകൻ ആത്മാരാമൻ ഈശ്വരൻ. അപ്പം നിർഗുണനാണ്, അത് ഏകനാണ്, ഏകനെ ഒന്നേ ഉള്ളൂ, അത് ആത്മാരാമനാണ്. ആത്മാവിൽ ജപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദ സ്വരൂപനാണ് ആത്മാരാമൻ. വെച്ചാൽ എന്താണ്?
ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അനുഭവം കൂടെ എനിക്കിതൊക്കെ വായിക്കുമ്പോൾ എന്താ ഒത്തുവരുന്നത്? ഇത് നിർഗുണം എന്ന് വെച്ചാൽ പിന്നെ ഗുണത്തിന് അതീതനാണ്. 3 ഗുണങ്ങളില്ല, അതിനും മുകളിലാണ്. അത് ഏകനാണ്, ഒന്നാണ്. അതിന് അദ്വൈതൻ. പിന്നെയോ ആത്മാരാമൻ. അപ്പോൾ ആ പരബ്രഹ്മം എന്താണ്? സർവത്തിലും ഉള്ളിൽ ആത്മാരാമനായി നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ലയിച്ചിരിക്കുന്ന ഒരു ചൈതന്യമൂർത്തിയെ ആത്മാവിനെ രമിക്കുക എന്ന് പറയുന്നത് ആ ആനന്ദ സ്വരൂപനാണ്. അതുകൊണ്ടാണ് ആത്മാരാമനാണ് ഈശ്വരൻ. തച്ചരണാംബുജേ, അത് ബാലിക്കതെല്ലാം അറിയാം. എഴുതിയത് ബാലിയല്ല, എങ്കിലും നമുക്ക് ഇപ്പം ഇതിനകത്ത് കഥ അങ്ങനെയാണല്ലോ. അപ്പം തച്ചരണാംബുജേ വീണ് നമസ്കരിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങി പോരുവൻ. അപ്പം അങ്ങനെയുള്ള ആത്മാരാമൻ ഏകൻ അദ്വൈതനായിരിക്കുന്ന ഈ പരബ്രഹ്മത്തെ, ഈ ശ്രീരാമനെ തച്ചരണാംബുജ, ആ ഭഗവാന്റെ പാദാംബുജത്തിൽ വീണ് നമസ്കരിച്ച് ഇച്ഛയാ, എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങി പോരും. അദ്ദേഹത്തിന് ഭയങ്കര സുഗ്രീവനോട് ദേഷ്യം ഉണ്ടെന്നത് ഈ വേറൊരു ഇത് വെച്ച്. പക്ഷെ അദ്ദേഹത്തിന് ഭഗവാനോട് ഭക്തയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയെല്ലാം അറിവുണ്ടായിട്ടല്ലോ ഇത്രയും പറയുന്നത്. അറിവില്ലാത്ത ആൾ ഇതെങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ അത് ഏകനാണെന്നും ആത്മാവിൽ രമിക്കുന്ന ആത്മാരാമനാണെന്നും ആ പരബ്രഹ്മത്തെ, ആ ശ്രീരാമനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോരും. അദ്ദേഹത്തിൻ്റെ അംബുജത്തിൽ നമസ്കരിച്ച് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ ഇനി കൊണ്ടുവരും. മൽഗൃഹത്തിങ്കിൽ ഉപകാരവുമേറും. നമ്മുടെ ഗൃഹത്തിൽ ഭഗവാനെ കൊണ്ട് നമുക്ക് എല്ലാം നിറവേറ്റാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈശ്വരൻ നമ്മുടെ കൂടെ നിൽക്കും. സുഗ്രീവനേക്കാളും എന്നെ കൊണ്ട് ഓർക്കുക നീ. അപ്പം എന്തും സുഗ്രീവനേക്കാളും ഇതായിട്ട് നിൽക്കുകയാണ് ഈ ബാലി. അതുകൊണ്ട് അയാൾക്ക് അതാണ് വിശ്വാസം. അയാൾ കഴിഞ്ഞേ സുഗ്രീവനുള്ളൂ എന്നാണ് അയാളുടെ ധാരണ. അയാൾ ചെയ്യുന്ന കർമ്മത്തിന് അയാൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രാധാന്യം എന്താണ്? കർമ്മം കൂടെ ശുദ്ധിയാവണം. ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ കൂട്ടിക്കൊണ്ട് ഒന്നായി ലയിച്ച് ഇനി പോരാന്ന് വെച്ചാൽ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ എങ്ങനെ പറ്റും? ഒരിക്കലും ഭഗവാൻ പ്രവൃത്തിയിൽ കൂടെ ആ നല്ല പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താ? സ്വന്തം ജ്യേഷ്ഠൻ്റെ സഹോദരൻ്റെ ഭാര്യയെ കൈക്കലാക്കുന്ന നല്ല പ്രവൃത്തിയാണോ? അങ്ങനെ ഓരോന്നും. അപ്പം അവിടെ എന്ത് യോഗ്യതയാണ് ഭഗവാന്റെ മുമ്പിലുള്ളത്? എല്ലാ നീതിക്കും ന്യായത്തിനും സത്യത്തിനും നിലനിൽക്കുന്ന ഒരു വ്യക്തിക്കല്ലേ അതാണ് നിഷ്കളങ്കമായ ഹൃദയം എന്ന് പറയുന്നത്. വെറുതെ ഭഗവാൻ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ അങ്ങനെ വരുന്നൊരു ഈശ്വരനാണോ? അയാൾ തന്നെ പറയുന്നത് ഭൂമിയുടെ ഭാര അപഹരണം അതിനു വേണ്ടിയാണ് ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ചതെന്ന് അയാൾ തന്നെ പറയുന്നു. അയാൾ പറയുന്നു. കാരണം രാമനെ സ്നേഹം എന്നോളം ആർക്കുമില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നാരായണൻ താൻ അവതരിച്ചത് ഈ ഭൂമി പാരഹരണാർത്ഥം, ഈ ഭൂമിയുടെ ദുഷ്ടതരക്കളെ മാറ്റാനാണ് ഭഗവാനുടെ വന്നെന്ന് കേൾപ്പുണ്ടെന്ന്. ആ കേട്ടവൻ പിന്നെ ഇതെന്തായാലും കാണിച്ചു ചെന്ന് അയാൾ മഹാദുഷ്ടതയല്ലേ കാണിച്ചു വെക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്തോ, അയാളുടെ പ്രവൃത്തി എന്തുവാണ്? ഭഗവാൻ അവതരിച്ചത് അത് തന്നെയാണ്. അതാ ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇദ്ദേഹത്തിന് നടത്താൻ പോണതും അത് തന്നെയാണ്. അതൊക്കെ കാട്ടിക്കൊടുക്കും. അപ്പം അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ അയാളിപ്പം പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതാണ് സംഭവം. നമ്മൾ ചിന്തിക്കണം ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണം. നമ്മൾ പ്രവൃത്തി കൊണ്ടുകൂടെ സ്നേഹിക്കണം. വെറുതെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളിയേക്കത്തില്ല. നമ്മുടെ കയ്യിലിരിപ്പ് എന്താണോ നോക്കും, അങ്ങനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് മൽഗൃഹത്തിങ്കിൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ട് ഓർക്കാം നീ. അപ്പോൾ എന്നെക്കൊണ്ടും ഭഗവാൻ ഒരുപാട് ഉപകാരം. കാരണം ഇദ്ദേഹത്തിന് സുഗ്രീവനേക്കാളും കഴിവുണ്ട്. സീതയെ കൊണ്ട് കൊടുക്കണമെങ്കിൽ നല്ല ആരെയും വധിച്ച് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് സുഗ്രീവനേക്കാളും എന്നെ കൊണ്ട് ഓർക്കാം നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. അതൊക്കെ ശരിയാ. ഭഗവാനെ എത്രത്തോളം നമ്മൾ ഭക്തിപൂർവ്വം ചെന്നാൽ ഈശ്വരനെ വിചാരിച്ചാൽ ഈശ്വരൻ ഭക്തൻ ഭഗവാനിലാണല്ലോ പറയാം. അതുകൊണ്ട് അത് തന്നെ ഭജിക്കുന്നവരെ, അത് ഭഗവാനെ ഭജിക്കുന്നവരെ ഭഗവാൻ തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യും. അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. അങ്ങനെ ഒരു അന്യ എന്നുള്ള ചിന്തയില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. അതുകൊണ്ട് ഭക്തിഗമ്യനാണ് പരമേശ്വരൻ ഭഗവാൻ ശ്രീരാമൻ. വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളമില്ല ആർക്കുമേ. എന്നോളം ഭക്തിയ മറ്റാർക്കും ഒട്ടില്ലല്ലോ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി. വേശ്മനി നീ ഗൃഹത്തിൽ നിന്റെ ദുഃഖങ്ങളെല്ലാം നീക്കി നീ ഇവിടെ കഴിയൂ. ഗൃഹത്തിൽ കഴിയൂ. വേശ്മനിച്ച ഗൃഹം. നിന്റെ ദുഃഖമൊക്കെ പോക്ക്. ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ്. ഒരിക്കലും ആരെയും ഒന്നും ചെയ്യത്തില്ല. ഭഗവാനെ നമുക്ക് ഭക്തി ഉള്ളതുകൊണ്ട് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഇതൊക്കെ പറഞ്ഞിട്ട് നീ വിഷമിക്കാതെ നീ പോയി ഗൃഹത്തിൽ വസിക്കൂ. പുഷ്കരലോചനേ പൂർണ്ണ ഗുണാബുധേ ഇത്തം ആശ്വാസ്യ വൃത്രാരാതി പുത്രനും ക്രുദ്ധനായി സത്വരം ബധ്വാ പരികരം നിർഗമിച്ചിടാൻ യുദ്ധായ സത്വരം. ഇത്ര ആശ്വാസം വൃത്രാരി പറഞ്ഞു.
വൃത്രാരിച്ച ഇന്ദ്രനാണ് എൻ്റെ പുത്രൻ. വൃത്രാരിയല്ല, വൃത്രാരി പുത്രൻ. വൃത്രാരി ദേവേന്ദ്രനല്ലയോ, ദേവേന്ദ്രപുത്രൻ. ഇങ്ങനെയെല്ലാം ഈ ഭാര്യ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്, ക്രുദ്ധനായി. ഇല്ല, വിളിച്ചിട്ട് പോയേക്കുമല്ലയോ, വാ ഇറങ്ങി വാടാ, ഞാൻ യുദ്ധത്തിന് വന്നിരിക്കുന്നു പറയുമ്പം ഭാര്യ ആശ്വാസമൊക്കെ കൊടുത്തിട്ട് ക്രുദ്ധനായി തന്നെ സത്രം ബധ്വാ പരികരം, അതായത് കച്ച കെട്ടി അങ്ങ് ഇറങ്ങുന്നു. കച്ച കെട്ടി, കാരണം ഇനിയിപ്പോൾ രണ്ടും കൽപ്പിക്കും. കാരണം എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കാറായോ എൻ്റെ അനുജൻ സുഗ്രീവൻ, എന്നാൽ ഇപ്പം തന്നെ കാട്ടിക്കുളമ്പണ്ട് കച്ച മുറുക്കി കെട്ടിച്ചെന്താ യുദ്ധത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് അങ്ങ് ഇറങ്ങാനുള്ളപ്പം നിർഗമിച്ചിടുന്ന സമയത്ത് നിർഗമിച്ചിടാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവോൻ ക്രുദ്ധനായ സത്വരം ബധ്വാ പരികരം നിർഗമിച്ചിടനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ താരയും അശ്രുഗണങ്ങളും വാർത്ത് ആരൂഢഭേദമകത്ത് ബുക്കിടിനാൾ. അങ്ങനെ അയാൾ കച്ച കെട്ടിഞ്ഞിറങ്ങിയപ്പോൾ താര എന്ത് ചെയ്തു, കരഞ്ഞ് സങ്കടപ്പെട്ട് സന്തോഷമായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തല്ലോ, എന്നിട്ട് കേട്ടില്ല. ഇങ്ങനെല്ലാം വാർത്ത വന്നിട്ടുണ്ട്, പിന്നിൽ ആരും. അപ്പം പിന്നിൽ നിൽക്കുന്ന ഈശ്വരൻ നാരായണനാണ്, എന്നെ ഒന്നും ചെയ്യത്തില്ല, എൻ്റെ ഭക്തി അത്രയ്ക്കുണ്ട്, അതുകൊണ്ട് എന്നോട് കൂട്ടു നിൽക്കത്തേ ഉള്ളൂ, പക്ഷഭേദം ആർക്കോളോ ഇല്ലതാനും, നീ അവന് വിഷമിക്കണ്ട, ഇത്രയും പറഞ്ഞിട്ട് അയാൾ കേട്ടാതെ പോയപ്പോൾ താര എന്ത് ചെയ്തു, ഇങ്ങനെ നിഗ്രഹിക്കുവാനായിട്ട് ഇവൻ കച്ചകെട്ടി ഇറങ്ങി. അപ്പോൾ താര ഭാര്യ അശ്രുഗണങ്ങൾ കണ്ണുനീരൊഴുകി വാർത്ത് ആരൂഢ അകത്ത് പൊക്കിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞൊരു നേരം തഥാ. പല്ലും കടിച്ചുകൊണ്ടങ്ങ് ഇറങ്ങി ആ സുഗ്രീവനടുത്തേക്ക്. അപ്പോൾ നില്ലെന്ന്, നീ നില്ലടാ പോവാതിരി. അയാൾ അങ്ങോട്ട് വിളിച്ചിട്ട് പോയപ്പോൾ നീ നില്ലടാന്നും പറഞ്ഞ് ഇവൻ പല്ലും കടിച്ച് ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ. അങ്ങനെ അന്നേരം എന്ത് ചെയ്ത്, ഇയാൾ അങ്ങോട്ട് ചെന്നപ്പം ഒരു ഇടി കൊടുത്ത് മുഷ്ടി ചുരുട്ടി സുഗ്രീവൻ ബാലിയെ ഒന്ന് ഇടിച്ചു. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ തിരിച്ച് ദേഷ്യത്തോടുകൂടി തന്നെ ബാലിയും ഇടിച്ചു. മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ട് കൊണ്ട് തല തങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ചു. തല തങ്ങളിൽ ഇടിച്ചും പിടിച്ച് കടിച്ച് മറ്റങ്ങ് ഊറ്റത്തിൽ വീണും പടപടാന്ന് വീണും പുരണ്ടും ഉരുണ്ട് ഒളിച്ചീറ്റം കലർന്നും നഖം കൊണ്ടും മാന്തിയും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നു. ചാടിപ്പതിക്കയും ചാടിപ്പിടിച്ചിടിക്കുന്നു, കൂടെ കുതിക്കയും ഒരാൾ അങ്ങോട്ട് ചാടുമ്പോൾ ഇവിടുന്ന് അപ്പുറത്തൊരു ചാട്ടം അതിൻ്റെ മണ്ടിലോട്ട്. ഇങ്ങനെ മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കുകയും. വാടാന്ന് വിളിക്കുമ്പം കൊടുക്കും ഒരെണ്ണം, കോപിച്ചടുക്കും. എന്നിട്ട് മുഷ്ടിയുദ്ധപ്രയോഗം കണ്ട് നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും. കണ്ണോട് നിൽക്കുന്നവർക്ക് നന്നായി രസം. മുഷ്ടിയുദ്ധപ്രയോഗം കണ്ട് അവിടെ നിന്നവർ ആരും കണ്ടുകൊണ്ട് നിൽക്കുന്നവരെന്ത് ചെയ്യുന്നു, കണ്ണ് കുളിർക്കെ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. നമുക്ക് ഇത്രയും മതി, സമയം പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി. നല്ലതായി വായിക്കാം, നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം മക്കളെ.